ആയിട്ടാണ്. അപ്പോൾ നമുക്ക് 2024 ഏത് വർഷമായിട്ടാണ് അവതരിപ്പിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമൽ ദിസ് ക്യാമൽ ഒട്ടക വർഷമായിട്ടാണ് 2024 അവതരിപ്പിച്ചത്. ഇനി 2025 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് 2025 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ആയിരുന്നു. അതിൻ്റെ തീം എന്തുവാണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നാണ്. കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് അതിൻ്റെ തീം. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ്. അതുപോലെ തന്നെ 2025 വേറൊരു വർഷമായിട്ടും ആഘോഷിച്ചിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടും 2025 എന്ന് പറയുന്ന വർഷമാണ്. തീം എന്ന് പറയുന്നത് ക്വാണ്ടം 100 ടു മാർക്ക് ദ സെൻറ്റിനിയൽ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം. ഇനി ഇപ്പോഴത്തെ നമ്മുടെ ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? അത് N. ബാലമുരളീകൃഷ്ണനാണ്. ഇപ്പോഴത്തെ ലളിതകലാ അക്കാദമി ചെയർമാൻ ആരെന്ന് N. ബാലമുരളീകൃഷ്ണൻ. ഇലക്ഷൻ കമ്മീഷൻ, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഈ 2023, 24, 25 കാലഘട്ടത്തിൽ സ്ഥാനം പിടിച്ച കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് 2024 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് മറാത്തയിലെ മിലിറ്ററി ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2023 ആസാമിലെ ദ മൗണ്ട് ബ്യൂറിയൽ സിസ്റ്റം ഓഫ് അഹോം ദിനാസ്റ്റി എ തുമുലസ് ഇൻ എ ഫോറസ്റ്റ് ആസാം. മൗണ്ട് ബ്യൂറൽ സിസ്റ്റം ഓഫ് ദി അഹോം ദിനാസ്റ്റി അസാമിലെ അതും എന്താണ് 2024 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അതുപോലെ 2023 വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ശാന്തിനികേതൻ ഇൻ വെസ്റ്റ് ബംഗാൾ 2023 ഇടം നേടിയിരുന്നു. ഇനി 2024 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതെന്നായിരുന്നു? 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് 12ാമത്തെ പരാജയം എന്ന് പറയുന്ന ചിത്രമാണ്. മികച്ച നോൺ ഫീച്ചർ ഫിലിം പൂക്കുന്ന മനുഷ്യൻ. ഫീച്ചർ ഫിലിം 12ാമത്തെ പരാജയം. മികച്ച നോൺ ഫീച്ചർ ഫിലിം പൂക്കുന്ന മനുഷ്യൻ. മികച്ച ചലച്ചിത്ര നിരൂപകൻ ഉത്പൽ ദത്ത. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിന്. ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് മൃഗം, പാർക്കിംഗ്, സാം ബഹാദൂർ 3 സിനിമകൾക്കാണ്. കേരള ചലച്ചിത്ര അവാർഡ് നോക്കാം. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സ്. മികച്ച നടൻ മമ്മൂട്ടിയാണ് ഭ്രമയുഗത്തിലെ അഭിനയത്തിന്. നടി ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന്. മികച്ച സംവിധായകനാണ് ചിദംബരം. മഞ്ഞുമൽ ബോയ്സിന് ചിദംബരം. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് കനേഡിയൻ ചലച്ചിത്രകാരിയായ കെല്ലി ഫൈഫിനാണ്. കെല്ലി ഫൈവ് മർഷലിനാണ് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്. ഗോവയിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്കിൽ ഓഫ് യൂത്ത് എന്ന് പറയുന്ന സിനിമയ്ക്ക് സുവർണ മയൂര നേടി. അപ്പോൾ ഗോവയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ, ഈ വർഷത്തെ രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത് ഗോവയിലാണ്. അതിൽ സുവർണ മയൂര നേടിയ സിനിമയാണ് സ്കിൽ ഓഫ് യൂത്ത്. അവിടെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഒബേമ റിയോസിനെയാണ്. നടി കര സോഫിജായും. ഒബേമ റിയോസ് മികച്ച നടനും കര സോഫിജ മികച്ച നടിയും. യുനെസ്കോയുടെ ആസ്ഥാനത്ത് ഈ വർഷം സ്ഥാപിച്ച പ്രതിമ ആരുടേതായിരുന്നു? ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രതിമയായിരുന്നു യുനെസ്കോയുടെ ആസ്ഥാനത്ത് ഈ വർഷം സ്ഥാപിച്ചത്. യുനെസ്കോയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? വിശാൽ V. ശർമ്മയാണ്. ഏത് സ്റ്റേറ്റിലാണ് ബഹുഭാരത്വ നിരോധന ബില്ല് വന്നത്? ആസാമിലാണ്. റീസെൻ്റായിട്ട് ആസാമിലാണ് ബഹുഭാരത്വ നിരോധന ബില്ല് വന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്. ഓക്കെ, താങ്ക്സ്.